നമസ്കാരം സുഹൃത്തുക്കളെ. 5 തവണ ലോകകപ്പ് കിരീടം നേടിയ ബ്രസീലിനെ പുറത്താക്കാൻ നോർവേക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന് ലോകം മുഴുവൻ ഉറ്റുനോക്കിയ മത്സരമായിരുന്നു ബ്രസീൽ വിഎസ് നോർവേ റൗണ്ട് ഓഫ് 16 പോരാട്ടം. മത്സരം ആരംഭിച്ച നിമിഷം തന്നെ ഇരു ടീമുകളും ആക്രമണ ഫുട്ബോളാണ് കളിച്ചത്. ബ്രസീൽ പന്ത് കൂടുതൽ കൈവശം വെച്ചെങ്കിലും നോർവേയുടെ പ്രതിരോധം അതിശക്തമായിരുന്നു. 13-ാം മിനിറ്റിൽ ബ്രസീലിന് പെനാൽറ്റി ലഭിച്ചു. ബ്രൂണോ എടുത്ത ഷോട്ട് ഗോൾ കീപ്പർ ഓർജൻ നൈലാൻഡ് അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ആ സേവ് മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി. ആദ്യ പകുതിയിൽ ഗോൾ ഒന്നും പിറന്നില്ല. എന്നാൽ രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും വിജയത്തിനായി മുഴുവൻ ശക്തിയും പുറത്തെടുത്തു. 79-ാം മിനിറ്റിൽ നോർവേയുടെ സൂപ്പർ താരം ഹെർലിംഗ് ഹാൻലൻഡ് ആൻഡ്രിയാസ് ഹെൽഡറിപ്പിന്റെ ക്രോസിൽ നിന്ന് ഹെഡറിലൂടെ ഗോൾ നേടി. സ്കോർ 1-0. പിന്നീട് ബ്രസീൽ തിരിച്ചടിച്ചെങ്കിലും നോർവേയുടെ പ്രതിരോധം ഉറച്ചുനിന്നു. 90-ാം മിനിറ്റിൽ വീണ്ടും ഹാൻലൻഡ് മനോഹരമായ ഒരു ഫിനിഷിംഗിലൂടെ തന്റെ രണ്ടാം ഗോൾ നേടി. സ്കോർ 2-0. ഈ ഇരട്ട ഗോളുകളോടെ ഹാൻലൻഡ് ലോകകപ്പിലെ തന്റെ ഗോൾ നേട്ടം 7 മത്സരത്തിന്റെ അധിക സമയത്ത് ബ്രസീലിന് വീണ്ടും പെനാൽറ്റി ലഭിച്ചു. പകരക്കാരനായി ഇറങ്ങിയ നെയ്മർ അത് ഗോളാക്കി മാറ്റി. സ്കോർ 2-1 ആയെങ്കിലും തിരിച്ചുവരാൻ സമയം മതിയായില്ല. അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ ചരിത്രം പിറന്നു. നോർവേ ആദ്യമായി ഫിഫ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലെത്തി. അതേസമയം 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ 1990-ന് ശേഷം ആദ്യമായാണ് ഇത്ര നേരത്തെ ലോകകപ്പിൽ നിന്ന് പുറത്താകുന്നത്. ഈ മത്സരത്തിലെ യഥാർത്ഥ ഹീറോ ഹാലൻഡ് ആയിരുന്നു. നിർണായക സമയത്ത് നേടിയ 2 ഗോളുകൾ കൊണ്ട് അദ്ദേഹം നോർവേയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ചു. ബ്രസീലിന്റെ ലോകകപ്പ് സ്വപ്നം അവസാനിച്ചു. നോർവേയുടെ സ്വപ്നയാത്ര തുടരുകയാണ്. ഇനി ക്വാർട്ടർ ഫൈനലിൽ നോർവേയെ കാത്തിരിക്കുന്നത് ശക്തരായ ഇംഗ്ലണ്ടാണ്. ആ പോരാട്ടവും ഇത്ര തന്നെ ആവേശകരമാകും. ഇത്തരം ഫുട്ബോൾ അപ്ഡേറ്റുകൾക്കായി അഖിൽ എക്സ്പ്ലോർ 2.0 സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ പ്രവചനം കമന്റിൽ അറിയിക്കൂ. നന്ദി.